എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ 143-ാമത്തെയാണ്. ഇതിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 37 അതിൻ്റെ ഹെഡിങ് തന്നിരിക്കുന്നത് പ്രിറ്റൻസ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ധ്യാനം. ഈ പ്രിറ്റൻസ് എന്ന് വെച്ചാൽ എന്തുവാ? അതായത് അഭിനയിക്കുക. നേരെ ചൊവ്വേ മെഡിറ്റേഷൻ ചെയ്യാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് ഞാനും മെഡിറ്റേഷൻ ചെയ്യും. ഞാൻ ദിവസവും രാവിലെ ഇരുന്ന് 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും, വൈകുന്നേരവും ഇരുന്ന് ചെയ്യും എന്ന് ഒരു ആളുകളുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം അത്രയും ഗുരുഭക്തി വേണം. ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കെല്ലാം അത്രയും ഗുരുവിൻ്റെ പുറത്തുള്ള ഭക്തി ഉണ്ടെന്നോ അത് അവരെന്തുവാ ഉദ്ദേശിക്കുന്നതെന്നോ അതൊന്നും ഒരു ലക്ഷ്യമില്ലാത്ത ഒരു മെഡിറ്റേഷനാണ് എല്ലാവരും ചെയ്യുന്നത്. ചുമ്മാ കണ്ണടച്ചിരുന്നാൽ അത് മെഡിറ്റേഷൻ എന്നുള്ള വിചാരം. അപ്പോൾ വെറുതെ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് 2-3 ദിവസം പോകും. അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ ഡൈല്യൂട്ടായി പോകും. അല്ല, പിടിച്ച് നിന്ന് കുറേ നാൾ ഒരു 3 മാസം ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും വിഷൻ കിട്ടുന്നു, എനിക്കൊരു വിഷനും ഇല്ല, എൻ്റെ ഒന്നും കാണുന്നില്ല, എന്നാൽ പിന്നെ ഇതൊക്കെ വെറുതെയാണ്, ആളുകൾ പറയുന്ന ചുമ്മാ എന്ന് പറഞ്ഞ് എണ്ണിച്ചു പോകും. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെയാണ് പ്രിറ്റൻസ് ഓഫ് മെഡിറ്റേഷൻ. അതായത് ഞാനും മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് ഉള്ള അഭിനയിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഒരു വെളിപ്പൂച്ചായിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് സിദ്ധ സ്റ്റുഡൻസിന് സ്വാമി മുക്താനന്ദ കുറച്ച് അഡ്വൈസും കാര്യങ്ങളുമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് മൊത്തം അതാണല്ലോ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് അത് നമുക്ക് മനസ്സിലായി. അപ്പം അത് അത്രയും എക്സ്പീരിയൻസ് ആയ ഒരു മുക്തൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പം അത് നമ്മൾ 100% എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പാർട്ട് എയിൽ എത്ര സീരിയസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞോ, ഞാനും അതിൻ്റെ ഗൗരവത്തിലാണ് ഞാനും അതിനെ വളരെ സീരിയസ് ആയിട്ട് വായിച്ചതും നിങ്ങൾക്ക് പറഞ്ഞു തന്നതും. അപ്പോൾ ഈ പാർട്ടും അതേ സീരിയസ്നെസ്സോടാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മുക്തനാണ്. അപ്പം ഒരു മുക്തനായ ഒരു മഹാൻ നമുക്ക് കുറച്ച് അഡ്വൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് നമുക്ക് കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഒരു രീതിയിലും നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല, അല്ലേ? അപ്പം ഇതിനും ഞാൻ അത്രയും സീരിയസ്നെസ് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രിറ്റൻസ് ഓഫ് മെഡിറ്റേഷനിൽ പിന്നെ തുടങ്ങുന്നത് ഇതാണ് മുക്താനന്ദയുടെ സ്റ്റൈൽ. ഡിയർ സിദ്ധ സ്റ്റുഡൻസ്, ഫസ്റ്റ് ലൈൻ എപ്പോഴേ ഡിയർ സിദ്ധ സ്റ്റുഡൻസ്. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സങ്ങ് അലിയും. അപ്പോൾ അദ്ദേഹം എന്തോ പറയാനുണ്ട്, അത് നമുക്ക് കേൾക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. അടുത്ത ലൈന് ഈ വെട്ടൊന്ന് തുണ്ട് 2 എന്ന് പറയുന്ന രീതിയിലാണ്. യുവർ മെഡിറ്റേഷൻ ഷുഡ് ബി ജെനുവിൻ. ജെനുവിൻ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള ധ്യാനമായിരിക്കണം. അപ്പം ഈ 2 സെൻറ്റൻസിൽ തീർന്നു കഥ. യുവർ മെഡിറ്റേഷൻ ഷുഡ് ബി ജെനുവിൻ. 100% സത്യസന്ധമായിട്ടുള്ള മെഡിറ്റേഷൻ ആയിരിക്കണം. അപ്പോഴേ അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് എന്തോ പറയുന്നത്, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്വന്തം അനുഭവം ഉണ്ടായ ഒരു വ്യക്തി പറയുമ്പോൾ, വ്യക്തി എന്നൊന്നും ഇന്നെ അദ്ദേഹത്തിനെ പറയരുത്, മുക്തൻ, മഹാൻ, ഒരു സെയിൻ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുമ്പം നമ്മളതിനെ 1% പോലും തള്ളിക്കളയാൻ ഒക്കത്തില്ല. 100% വേർഡ് ബൈ വേർഡ് ശിരസാ വഹിച്ച് പോയാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള അപ്പോൾ 2-3 കഥകൾ പറയുന്നുണ്ട് ഇതിൽ. അദ്ദേഹം പറയുന്നത്, മെയിനായിട്ട് പറയുന്നത് ഈ കൊക്കിൻ്റെ ധ്യാനം പോലെ ആവരുത് നിങ്ങളുടെ ധ്യാനം. അതെന്തോ കൊക്കിൻ്റെ ധ്യാനം? ഇപ്പോൾ ഈ കൊക്ക് ഈ കുളത്തിൻ്റെ കരയിലും വെള്ളത്തിലുമൊക്കെ ഇങ്ങനെ തപസ്സിരിക്കുന്ന പോലെ തപസ്സിരിക്കും. എന്തിനാ? മീനിനെ പിടിക്കാൻ. അതിൻ്റെ ഒറ്റ ഉന്നം എന്ന് പറയുന്നത് മീൻ എപ്പം വരും, അതിനെ എങ്ങനെ പിടിച്ച് തിന്നും, അതിന് മുകളിൽ അതിനെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പം അതിൻ്റെ വയറ്റിപ്പഴപ്പാണ് അത് ചെയ്യുന്നത്, ഇല്ല എന്നല്ല. എന്നാലും
നമ്മളടുത്ത് പറയുന്നത് ഈ കൊക്കിൻ്റെ പോലെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യരുത്. അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഉദ്ദേശിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യരുത്. അതായത് ഇപ്പം മുക്താനന്ദയുടെ അനുഭവങ്ങളൊക്കെ ഇത്രയും നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന് റെഡ് ഓറ കണ്ടു, ബ്ലാക്ക് ലൈറ്റ് കണ്ടു, വൈറ്റ് ഫ്ലെയിം കണ്ടു, ബ്ലൂ സ്റ്റാർ കണ്ടു, ബ്ലൂ പേൾ കണ്ടു, പല ലോഹങ്ങൾ കണ്ടു. ഇതൊക്കെ എനിക്കെപ്പം കാണും, എനിക്കും അതുപോലെ ഒരു വേണം, എക്സ്പീരിയൻസിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയല്ല. മെഡിറ്റേഷൻ ഇരിക്കുന്നത് ബേസിക്കലായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷനിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ മെഡിറ്റേഷനിൽ നടക്കുന്നത് വലിയ അങ്ങേയറ്റത്തെ, ഇപ്പം മുക്താനന്ദയ്ക്ക് എന്തുവാ ബ്ലൂ പേഴ്സൺ, അതായത് ശിവൻ തന്നെ വന്ന് പ്രത്യക്ഷമായി സംസാരിച്ചു. അപ്പോൾ എനിക്കും അത് വേണം, അങ്ങനെ എനിക്ക് കാണണം, എൻ്റെ ഇഷ്ടദൈവത്തിനെ എനിക്ക് കാണണമെന്നുള്ള ഒരു ഇതിൽ ഇരിക്കരുത്. നമ്മൾ മെഡിറ്റേഷനിലിരുന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്നത് ബോഡി റിലാക്സേഷനാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളിങ്ങനെ പരക്കെ കിടന്ന് നേരം വെളുത്ത ഇരുട്ടുന്നവരെ കിടന്ന് ഓട്ടമാണ്. ഈ ഓട്ടപ്പാച്ചലിൽ മെഡിറ്റേഷൻ എന്നുള്ള പേരിൽ ഒരു 15 നിമിഷം അരമണിക്കൂർ നമ്മൾ ഇരുന്നാൽ അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫിസിക്കലായിട്ട് കൊടുക്കുന്ന റെസ്റ്റ്. പിന്നൊക്കെയാണ് രണ്ടാമതാണ് മനസ്സിനെ കാം ഡൗൺ ചെയ്യുന്നത്. ഈ അലവാഞ്ഞുകൊണ്ട് ബീറ്റാ വേവിൽ കിടക്കുന്ന മനസ്സിനെ എങ്ങനെയെങ്കിലും കുറച്ച് അതിനെ കാമാക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു കാമായിട്ടുള്ള മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് മാത്രമേ നമുക്ക് ഏതൊന്നിനെയും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഭയങ്കര ടെൻഷനിലിരിക്കുമ്പം നിങ്ങൾ ഏത് ഡിസിഷൻ എടുത്താലും അത് തെറ്റാകും. അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. നമ്മൾ അവിടെ പോന്നു ഇവിടെ പോന്നു, ലാസ്റ്റ് മിനിറ്റിൽ കാർ കാണുന്നില്ല, താക്കോല് കാണുന്നില്ല, ഇതെന്തിയേ, പൈസ എവിടെ, പേഴ്സ് എവിടെ, അങ്ങനെയൊക്കെ കിടന്ന് അരക്കപ്പരക്കയെല്ലാം ചെയ്തുകൊണ്ട് പോകുമ്പം ആ കാര്യം നേരെ ആവത്തില്ല, എവിടെയെങ്കിലും നമുക്ക് പാളിച്ച വരും. അപ്പം അങ്ങനെ അല്ലാതെ സാധാരണഗതിയിലും നമ്മൾ നല്ല രീതിയിൽ ഈ ജീവിതം നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ മനസ്സിനെ കാമാക്കണം. അതാണ് നമുക്ക് മെഡിറ്റേഷനിലെ രണ്ടാമത്തെ ഉദ്ദേശം. ഈ കാഴ്ച കാണുന്നതും ശിവൻ വരുന്നതും കുണ്ടലിനി ശക്തി വരുന്നതും ഒക്കെ അങ്ങേയറ്റം അത്രയൊന്നും നമ്മളിപ്പം ഉദ്ദേശിച്ച് പോകണ്ട. അപ്പം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പം നമ്മൾ ഒന്നിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങേർക്ക് 3-ാം കണ്ണ് തുറന്നു, അപ്പോൾ എനിക്ക് എന്ന് 3-ാം കണ്ണ് തുറക്കും, ആ ഒരു ഇതല്ല. അപ്പം ഹെറോയിൻ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ കൊക്ക്. ഈ കൊക്കിൻ്റെ കൂട്ട് എപ്പം മീൻ വരും പിടിച്ച് തിന്നാം എന്നുള്ള മെഡിറ്റേഷൻ തെറ്റ്. ഒന്നുമില്ല, ഞാൻ കണ്ണടച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ വീഡിയോസിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മളല്ല മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഐ ഡു മെഡിറ്റേഷൻ എന്ന് പറയരുത്. ഐ ഡു മെഡിറ്റേഷൻ എന്ന് പറയാൻ പാടില്ല. എതിൽ ചെയ്യണം? മെഡിറ്റേഷൻ തന്നെത്താനെ സംഭവിക്കണം. പക്ഷേ അതിന് ഇരുന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ ജോലി. സോ ഒരു സ്ഥലത്ത് അനങ്ങാതെ കണ്ണടച്ച് ഇരിക്കണം. അതാണ് നമ്മളെ കൊണ്ട് മെഡിറ്റേഷന് ചെയ്യാനുള്ള ഒരു സംഗതി. അത്രയും നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ബാക്കിയൊക്കെ സ്വന്തമായിട്ട് അത് നടക്കണം. അതിന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വേണ്ടിയത്. ഗുരുവിൻ്റെ അനുഗ്രഹം. ഗുരു ഇനിഷ്യേഷൻ ചെയ്ത് തന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പിന്നെ എന്ത് വേണം? കുണ്ടലിനി ശക്തിയുടെ അനുഗ്രഹം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ധ്യാനം ആഴത്തിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, സോ ഈ കൊക്കിൻ്റെ മെഡിറ്റേഷൻ ചെയ്യണ്ട. ഞാൻ രാവിലെ ചെയ്തു, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുന്നു, അല്ലെങ്കിൽ 2 നേരവും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ അതൊരു എന്താ സ്റ്റാറ്റസ് സിമ്പൽ, ഒരു അന്തസ്സിന് വേണ്ടി പറയുക. അപ്പോൾ അത് പ്രയോജനമില്ല. അപ്പം ഈ തന്ത്രശാസ്ത്ര അനുസരിച്ച് ഈ കുണ്ടലിനി ശക്തി 5 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെ 5? 3 നമുക്ക് നേരത്തെ അറിയാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി.
ഓക്കെ, ഇത് മൂന്നും, അതായത് ഇച്ഛാശക്തി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്ന ആ രീതിയിൽ കുണ്ടലിനി ശക്തി വെളിയിൽ വരും. ഇച്ഛാശക്തി നമ്മുടെ ഇച്ഛ പോലെ, നമ്മുടെ ആഗ്രഹം പോലെ എന്നാണ്. പിന്നെ ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് ക്രിയാശക്തി. ഇപ്പം നമ്മുടെ മനസ്സിലും എന്തൊക്കെയോ ചെയ്യണം, പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണം, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ എത്രയോ പേര് നമ്മൾ വിചാരിക്കുന്നു, ഇല്ലയോ? അത് ഒരുപാട് ഈ സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. എത്ര കൊച്ചു പിള്ളേർ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, IIT പഠിക്കുന്നവർ, അവരൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം. ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്, കാറിലും ട്രെയിനിലും ഫ്ലൈറ്റിലും. ഞാൻ അങ്ങനെ ബസ് എടുക്കാറില്ല. അതിൻ്റേതായ അസൗകര്യങ്ങൾ, അതിൻ്റെ ജെർക്കൊന്നും നമുക്ക് താങ്ങത്തില്ല. അപ്പം ഇത് ഇങ്ങനെ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പം അത് സെക്കൻഡ് AC യിലാണെങ്കിലും ശരി, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും ശരി, സ്ലീപ്പർ ക്ലാസ് ആണെങ്കിലും ശരി, പണ്ടൊക്കെ ഈ ടോയ്ലറ്റിൽ ആൾക്കാർ അത്ര നീറ്റായിട്ട് വെച്ചേക്കാറില്ല. ഇപ്പം സ്ലീപ്പർ ക്ലാസ്സിൽ പോയാൽ പോലും ടോയ്ലറ്റൊക്കെ ഒരുവിധം നീറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബയോ ടോയ്ലറ്റ് എന്ന്, ഇപ്പോൾ ബയോ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്ത പിന്നീട് ഒരുവിധം നീറ്റാണ്. അപ്പം ആരോ ഒരു സ്റ്റുഡൻറ്റ് കണ്ടുപിടിച്ചതാണ്, ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് കണ്ടുപിടിച്ച കോൺസെപ്റ്റാണ് ഈ ബയോ ടോയ്ലറ്റ്. അപ്പോൾ അതുപോലെയൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി കണ്ടുപിടിക്കാനും നല്ലത് ചെയ്യണമെന്നുള്ളത്, അതൊക്കെയാണ് ഈ ക്രിയാശക്തി. ഇച്ഛാശക്തി, നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇച്ഛാശക്തി. ക്രിയാശക്തി, നല്ലത് ചെയ്യാനുള്ള ഉന്മേഷം, അത് ക്രിയാശക്തി. ജ്ഞാനശക്തി, പലതും പഠിച്ച് അറിവിനെ നേടുക, അറിവിനെ ജ്ഞാനമാക്കുക, അതാണ് ജ്ഞാനശക്തി. ഇത് മൂന്നും നമുക്ക് നേരത്തെ അറിയാം, കേട്ടിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം ഉള്ളത്, അതായത് ദ പവർ ഓഫ് ഇൻ്റലിജൻസ്, അതാണ് പ്യുവർ ലൈറ്റ് ഓഫ് ഇൻ്റലിജൻസ്, അതിൻ്റെ പേരാണ് ചിത് ശക്തി. അപ്പം പവർ ഓഫ് ഇൻ്റലിജൻസ്, അപ്പോൾ ഇത്രയും നാൾ ചിത്തി, ചിത് ശക്തി, കുണ്ടലിനി, മഹാമായ, പാർവതി ദേവി എന്നൊക്കെ പറഞ്ഞതെല്ലാം അത് ആ ശക്തിയുടെ വെളിപ്പാടാണ്. അതായത് എങ്ങനെ അത് ആ ശക്തി തന്നെ പ്രകടിപ്പിക്കുന്നോ അതിനാണ് ചിത് ശക്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉറങ്ങുന്ന ശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ഉറങ്ങുന്ന ശക്തി എന്തിനാ കുണ്ടലിനി എന്ന് പറയുന്നത് വെച്ചാൽ, അത് പാമ്പിൻ്റെ കൂട്ടിരിക്കുന്നു. ഈ പാമ്പിൻ്റെ കൂട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, പാമ്പ് ഒരിടത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് അറിയത്തേയില്ല. പാമ്പ് ഇങ്ങനെ ഊരുന്ന് പോയാലേ നമുക്കറിയത്തുള്ളൂ, അല്ലെങ്കിൽ അത് കിടന്ന് അറിയത്തില്ല. അപ്പം നമുക്കെല്ലാവർക്കും, നമ്മളുടെ എല്ലാവരുടെയും ദേഹത്ത് മൂലാധാരത്തിൽ ഒരു ശക്തി ഉണ്ട്. മുക്താനന്ദായിക്കും നിത്യാനന്ദായിക്കും മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ദേഹത്തും ഉണ്ട്. പക്ഷേ അത് എത്ര ദൂരം ആക്റ്റീവാണ്, അതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പം അത് ഇരിക്കുന്ന ഇടം അറിയാൻ വയ്യാതെ ഇരിക്കുന്ന കൊണ്ടാണ് അതിന് കുണ്ടലിനി എന്ന് പറയുമ്പം ആ കുണ്ടത്തിൽ ഇരിക്കുന്ന പാമ്പിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന 3.5 ചുറ്റ് പാമ്പ് രൂപത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മൂലാധാരത്തിൽ ഒരു 4 ഇതഴുള്ള താമരയാണ് ആ ചക്രം എന്ന് പറയുന്നത്. 4 ഇതഴുള്ള താമര എന്ന് പറഞ്ഞാലും രൂപീകരിച്ചാലും ആ 4 ഇതഴെന്ന് പറയുന്നത് 4 സ്വഭാവങ്ങളെയാണ് കുറിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് ശിവലിംഗമുണ്ട്. ആ ലിംഗത്തിൻ്റെ, ആ ശിവലിംഗത്തിൻ്റെ ആ ലിംഗഭാഗത്ത് ഇങ്ങനെ ചുറ്റി 3.5 ചുറ്റായിട്ട് ചുറ്റി അതിൻ്റെ വാലിനെ വായ കൊണ്ട് പിടിച്ച് ടൈറ്റാക്കി ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കുണ്ടലിനി ശക്തിയുടെ വർണ്ണന. അപ്പം ഇത് എന്തുകൊണ്ട് അവരങ്ങനെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ വാലിനെ വായ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അപ്പം മേളിലും താഴെയും ടൈറ്റാണ്. അപ്പം ദേഹം 3 ചുറ്റായിട്ടിരിക്കുന്നു, ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഉറങ്ങുന്നു എന്ന് പറയുന്നത്. ഇപ്പം ആരുടെ ദേഹത്തും കുണ്ടലിനി ശക്തി വെറുതെ ഉറങ്ങുമല്ല. എന്നുവെച്ചാൽ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ കുണ്ടലിനി ശക്തിയാണ് ഒന്ന് ഇച്ഛാശക്തിയായിട്ട്,
അല്ലെങ്കിൽ കൽപ്പനാശക്തിയായിട്ട്, അല്ലെങ്കിൽ ക്രിയാശക്തിയായിട്ട്, അല്ലെങ്കിൽ ജ്ഞാനശക്തിയായിട്ട്, പല രീതിയിലും നമ്മുടെ എല്ലാവരുടെയും ദേഹത്ത് അത് വെളിയിൽ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഉദ്ദേശം ആ പാമ്പ് പോലെ കിടന്ന് ഉറങ്ങുന്ന ശക്തിയെ ഉണർത്തണമെന്ന് വെച്ചാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യണം, അതിനെ അവേക്കൻ ചെയ്യണം. ഓക്കെ, ഉറങ്ങുന്നതിനെ ഉണർത്തണം. ഉണരുമ്പം അതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ എന്തുവാ? വായിൽ നിന്ന് ആ വാലുഭാഗം മാറും. വായിൽ നിന്ന് വാലുഭാഗം മാറുമ്പോഴേ ഈ വായുടെയും വാലിൻ്റെയും ടൈറ്റ്നസ് കുറയും. ടൈറ്റ്നസ് കുറയുമ്പം ബോഡി ലൂസാകും. അപ്പോഴേ അത് അടുത്ത ആക്ഷന് തയ്യാറാണ്. അങ്ങനെയാണ് അത് ഈ മൂലാധാരം എന്ന് പറയുന്ന ചക്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നട്ടെല്ലിൻ്റെ വാലുഭാഗം നിൽക്കുന്നത്. ഇങ്ങനെ തൊട്ടടുത്ത് ആ നട്ടെല്ലിൻ്റെ വാലിങ്ങനെ വളഞ്ഞിരിക്കും. ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോൾ വഴിയാണ് ഈ കുണ്ടലിനി ശക്തി ഉണർത്തപ്പെടുമ്പം കയറിപ്പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് അനുഭവമില്ലെങ്കിലും കുറേ ബുക്കുകളൊക്കെ വായിച്ച അനുഭവങ്ങളുണ്ട്. അത് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ശക്തി, ഈ തന്ത്രശാസ്ത്ര പ്രകാരം ഈ ശക്തി, നമ്മുടെ ദേഹത്തുള്ള ശക്തി 5 രീതിയിലാണ് അതിനെ കാണിച്ചു കൊള്ളുന്നത് വെളിയിൽ. എങ്ങനെയൊക്കെയാണ്? ഇച്ഛാശക്തിയായിട്ടും, ജ്ഞാനശക്തിയായിട്ടും, ക്രിയാശക്തിയായിട്ടും, ചിത് ശക്തിയായിട്ടും, ആനന്ദശക്തി. ആനന്ദശക്തി എന്ന് വെച്ചാൽ എന്തുവാ? ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, അങ്ങേയറ്റത്തെ സ്റ്റേറ്റ്, സുധാസാരാഭിവർഷിണി എന്ന് പറയുന്നില്ലേ? അപ്പം ശിവൻ്റെ കൂടെ ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പം അപ്പം ഉണ്ടാകുന്ന ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവളാണ്. ആ ആനന്ദത്തിൽ അപ്പം കിട്ടുന്ന അമൃതത്തിനെ കുടിച്ച് മത്ത് പിടിച്ച പോലെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. അതാണ് ആനന്ദശക്തി. അങ്ങനെ കുണ്ടലിനി തൻ്റെ കൗണ്ടർ പാർട്ട്, തൻ്റെ മെയിൽ മാസ്കുലൈൻ ശിവൻ്റെ കൂടെ ചേരുമ്പം ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതാ സുധാസാരാഭിവർഷിണി. അതായത് പല സർവവർണോപശോഭിതയായിട്ട് വെളിപ്പെടുന്ന ആ ശക്തി, ആ ശക്തി അവിടെ ഹാപ്പിയാണെങ്കിൽ, നമ്മുടെ ദേഹത്ത് ഹാപ്പിയാണെങ്കിൽ ഓബ്വിയസ്ലി നമ്മളും ഹാപ്പിയാണ്. അതാണ് ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് നിർവികൽപ്പ സമാധി, അല്ലെങ്കിൽ വെറുതെ സമാധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ധ്യാനം ഈ 5 രീതിയിലുള്ള കുണ്ടലിനി ശക്തിയുടെ ഏതെങ്കിലും ഒരു വെളിപ്പാടായിട്ട് ഇരിക്കണം. ഒരു എക്സ്പ്രഷൻ, വെളിപ്പാടെന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷനായിട്ട് ഇരിക്കണം. അല്ലാതെ ഈ എപ്പോഴാ ഈ മീൻ വരും പിടിച്ച് തിന്നാം എന്നുള്ള കൊക്കിൻ്റെ കൂട്ട് എനിക്ക് ഇന്ന് വിഷൻ കിട്ടുമോ, നാളെ എനിക്ക് കളർ വിഷൻ കിട്ടുമോ, മറ്റന്നാൾ ESP കിട്ടുമോ, ക്ലെയർ വയൻസ് കിട്ടുമോ, അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് 3ാം കണ്ണ് തുറക്കുമോ എന്നുള്ള രീതിയിലുള്ള കൊക്കിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇത് നമുക്ക് സംഭവിക്കണമെങ്കിൽ ഏതേത് രീതിയിലായിരിക്കണം? ആദ്യം നമുക്ക് വേണ്ടിയത് ഗുരുവിൻ്റെ അനുഗ്രഹം. ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊള്ളും. പിന്നെ കുണ്ടലിനി ശക്തിയുടെ കളിയായിരിക്കും, പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും നമ്മുടെ ദേഹത്ത്. അപ്പോൾ അതിന് അതിലും ഈ പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴേ ഈ കുണ്ടലിനി ശക്തി ഈ മൂലാധാരത്തിൽ നിന്ന് സുഷുമ്ന നാഡിയിൽ കയറി ഇങ്ങനെ വരുന്നു, ഈ 3 ഗ്രന്ഥികളെ ഉടയ്ക്കുന്നു, ഓൺ ദ വേ ഉള്ള ചക്രാസനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ഓരോ ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ. പിന്നെ ചിലർക്ക് ഇത് വയലൻ്റ് ആയിരിക്കും, ചിലർക്ക് കാമായിരിക്കും. അപ്പം ഈ വയലൻ്റ് ആയിരിക്കണോ കാമായിട്ടിരിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന സഞ്ചിത പാപ എങ്ങനെ ഉണ്ട്, നമ്മുടെ സഞ്ചിയിലുള്ള കർമ്മങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതും, നമ്മളുടെ മുൻജന്മങ്ങളിലുള്ള
പതിവുകളെന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നോ അതിനൊക്കെ അനുസരിച്ച് ചിലർ മിണ്ടാതിരിക്കും, അതിനെ കണ്ട് 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 രസിച്ചുകൊണ്ടിരിക്കും. വലിയ ആർഭാടമൊന്നുമില്ല. ചിലർക്ക് ഈ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആയാലേ ചില മീറ്റിങ്ങിൽ ഈശായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സംയമമായ 8 ദിവസം നടക്കുമ്പം സദ്ഗുരു വന്ന് സംസാരിക്കുമ്പോഴേ സദ്ഗുരു വരുമ്പോഴേ അവിടെ ഭയങ്കര എനർജിയാണ്. ആ എനർജി അങ്ങനെ അലയായിട്ട് നമ്മളെ വന്ന് ചേരും. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിലർക്ക് താങ്ങാൻ പറ്റത്തില്ല, എണിച്ചിട്ട് കളിക്കും, എണിച്ച് ഓന്ന് വിളിക്കും, ഡാൻസ് കളിക്കും. അപ്പം അത് ചിലർ അവിടെ ബഹളം വെക്കാൻ വേണ്ടി വരും. അത് 1000 ഒരാൾ. അവിടെ ഞങ്ങൾ ചെയ്യുമ്പം 4000 പേരുണ്ടായിരുന്നു. ഞാൻ സമയമായി 8 ദിവസം സൈലൻസിലിരുന്നപ്പം 4000 പേരുണ്ടായിരുന്നു. അത് 10,000 പേര് ഇരിക്കാനുള്ള ഒരു ഹാളാണ്, ആദിയോഗി ഹാളെന്ന് പറയും. അതിൽ ഇങ്ങനെ ചിലരൊക്കെ ഓന്ന് കിടന്ന് വിളിക്കും. ചിലർ ആ വിളി കേൾക്കുമ്പോഴേ നമുക്കറിയാം വേണമെന്നേ വിളിക്കുക. ചിലർ അവിടെ ബഹളം ഉണ്ടാക്കാനായിട്ട് വരിക. ചിലർ സത്യമായിട്ടും ചിലർ കരയും, മണിക്കൂറുകൾ കരയും. ചിലർ ചിരിക്കും, ചിലർ എണ്ണിച്ച് ഡാൻസ് കളിക്കും. അപ്പോൾ അവിടെ ചുറ്റിലും വോളണ്ടിയേഴ്സാണ്. അപ്പോൾ വോളണ്ടിയേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം സദ്ഗുരുവിന് കണ്ടാൽ അറിയാം ഇത് വെറുതെ ബഹളം ഉണ്ടാക്കാൻ വന്ന പാർട്ടിയാണോ അതോ ജെനുവിനാണോ. അപ്പോൾ ജെനുവിനായിട്ട് ആളുകൾ, അതായത് ആ ശക്തി വെളി വരുമ്പം ഉള്ള ശക്തിയുടെ പ്രവാഹമാണ് അങ്ങനെയൊക്കെ വെളി വരുന്നത്. അങ്ങനെ വെളി വരുമ്പം ആൾക്കാർ സദ്ഗുരുവിനെ അറിയാതെ അപ്പം വോളണ്ടിയേഴ്സ് പോകുമ്പം വേണ്ട വിട്ടേരെ തന്നെ അടങ്ങിക്കോളും, വിട്ടേരെ എന്ന് പറയും. അപ്പം സദ്ഗുരുവിന് അറിയാം ആരാ വെറുതെ ബഹളം ഉണ്ടാക്കാൻ വന്നത്, ആരാ സത്യമായിട്ടും അത് ആ ശക്തിയുടെ ഒരു ജെനുവിൻ വെളിപ്പാടാണോ എന്നുള്ളത് അറിയാം. അപ്പം ഒരുപാട് വെറുതെ ശബ്ദം ഇടാൻ വന്നാലും സദ്ഗുരു അവരെ വെളിയിലൊന്നും പോകാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാലും പറയുക, അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ 8 ദിവസം ഇരുന്നപ്പോഴും നമുക്ക് ഒരേ ബെഡാണ്, ഒരേ സ്ഥലവും ബെഡും ഒന്നും മാറാൻ പാടില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ലേഡി, ഒരു ഫോറിൻ ലേഡിയായിരുന്നു. എത്ര നേരം കരഞ്ഞെന്നോ, എത്ര ദിവസം, 7 ദിവസത്തിൽ 5 ദിവസം, 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം ഒന്നുമില്ല, 3ാമത്തെ ദിവസം തൊട്ട് കരച്ചിലായിരുന്നു. പിന്നെ എൻ്റെ സൈഡിലെങ്ങാണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ ആന്ധ്രയിലിരുന്ന് വന്നവരാണ്. ഭയങ്കര ക്വയറ്റായിരുന്നു, ഞാനും ക്വയറ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ എണ്ണിക്കും, തുള്ളും, ഡാൻസ് കളിക്കും, കിടന്ന് വിളിക്കും, അതൊക്കെ. അപ്പം ഈ കുണ്ടലിനി ശക്തി ഉണരുമ്പം ഈ ഓരോ ചക്രാസിലൊക്കെ തട്ടി ചക്രാസിൻ്റെ ഗുണങ്ങളെയെല്ലാം അതിനകത്ത് ചേർത്ത് വച്ചിരിക്കുന്ന പഴയ ഗുണങ്ങളെയെല്ലാം എടുത്ത് കത്തിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് പല അനുഭവങ്ങൾ. ഒന്നും പറയേണ്ട, മുക്താനന്ദയ്ക്ക് തന്നെ എങ്ങനത്തെ അനുഭവങ്ങളായിരുന്നു, സ്വാധിഷ്ഠാന ചക്രയൊക്കെ ആക്ടിവേറ്റ് ആകുമ്പോൾ എങ്ങനത്തെ അനുഭവങ്ങളായിരുന്നു എന്ന് നമുക്കും അറിയാം. അങ്ങനെ അപ്പം ഒന്നേ കാമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വയലൻ്റായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. എന്തോ ആയിരുന്നാലും അതൊക്കെ കുണ്ടലിനി ശക്തി തന്നെ കാണിക്കുന്ന രീതിയാണ്. പക്ഷേ ആ രീതി എന്ന് പറയുന്നത് ഓരോ ആളിനും ഓരോ വിധമായിട്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സഞ്ചിതകർമ്മയെ അനുസരിച്ചിരിക്കും. നമ്മൾ പൊതുവേ ഒരു 4-5 ജന്മമായിട്ടേ ഒരു കാമായിട്ടുള്ള മനോഭാവത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് കാമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. എപ്പോഴും ഒരു വയലൻ്റായിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോഴും ആ ശക്തി വെളി വരുന്നതും വയലൻ്റായിട്ടിരിക്കും. ഓക്കെ, അതൊക്കെയേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനിയൊരു കാര്യം. അപ്പം മെഡിറ്റേഷനിൽ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുണ്ടലിനിയെ ഉണർത്തണം. പിന്നെ കുണ്ടലിനിയുടെ കളിയായിരിക്കും. പിന്നെ ഒടുക്കം ലാസ്റ്റ് സ്റ്റേജിലാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. അപ്പോഴാണ് കുണ്ടലിനി ശിവൻ്റെ കൂടെ ചേരുന്നത്. ഓക്കെ, ഇതിൽ ഈ നമ്മുടെ മുക്താനന്ദയ്ക്ക് കണ്ടതും അങ്ങനായിരുന്നു. ആദ്യം നിത്യാനന്ദയെ കണ്ടു, പിന്നെ ശിവനെ കണ്ടു, പിന്നെയാണ് മുക്താനന്ദയെ തൻ്റെ സ്വന്തം രൂപത്തിനെ കണ്ടത്.
അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം ഗുരുവിനെ കണ്ടു, പിന്നെ ശിവനെ കണ്ടു, പിന്നെ മുക്താനന്ദായെ തന്നെ കണ്ടു, പിന്നെ എന്തോ കണ്ടു, പിന്നെയും ശിവനെ കണ്ടു, പിന്നെ നിത്യാനന്ദായെ കണ്ടു. അപ്പം ഇതിലെന്തോ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തോതിനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ കൊക്ക് മീനിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിന് മീൻ കിട്ടി. അപ്പം നിങ്ങൾ ഗുരുവിനെ വിചാരിച്ച് ധ്യാനിച്ചാൽ ഗുരുവിനെ കിട്ടും. ശിവനെ വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ വിചാരിച്ച് ധ്യാനിച്ചാൽ ഇഷ്ടദൈവം പ്രത്യക്ഷമാകും. അത് ആരായിരുന്നാലും ശരി എന്നാണ്. അപ്പം അങ്ങനെയാണ് ഒരാൾ നിർവികൽപ്പ സമാധി എന്നൊക്കെ ഉള്ള സമാധി സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അദ്ദേഹം പറയുന്നത് എന്തുവാണോ, നിങ്ങൾ എന്ത് വിചാരിച്ച് ആഗ്രഹിച്ച് ഇരിക്കുന്നോ ആ ആഗ്രഹം നിങ്ങൾക്ക് കൈകൂടി വരും, നിങ്ങൾക്ക് കിട്ടും. ഓൺലി തിങ് ഈസ് നമ്മളുടെ ആഗ്രഹം ഉണ്ടല്ലോ അത് പ്യുവറായിരിക്കാം. എപ്പോഴും എനിക്ക് വേണം, എനിക്ക് 4 വീട് വേണം, എനിക്ക് 4 വീട് വേണം, അടുത്ത 4 കാറ് വെച്ചിരിക്കുന്നു, എനിക്ക് 6 കാറ് വേണം. കിട്ടും, അതും കിട്ടും. പക്ഷേ നമ്മൾ ജന്മം എടുത്തത് അതിനല്ല. അതും വേണം, ഇല്ലയെന്നല്ല. പക്ഷേ 6 കാറിന് വേണ്ടി ഒരുത്തൻ മെഡിറ്റേറ്റ് ചെയ്ത് അവൻ്റെ വിലപ്പെട്ട സമയത്തിനെ കളയുന്നതിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് 1 കാറ് വയ്ക്കുക, അല്ലെങ്കിൽ 2 കാറ് വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് കാറിനോ വീട്ടിനോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രൊമോഷനോ ഒന്നുമല്ല. അതായത് നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരു 100 കോടി കിട്ടണം, അതിൽ ഞാൻ ഒരു 10 കോടി ഞാൻ വെച്ചോളൂ, ബാക്കി 90 കോടി ഞാൻ എല്ലാവർക്കും കൊടുക്കും. അത് നല്ല ഉദ്ദേശമാണ്. ഓക്കെ, 100 കോടി കിട്ടി, ഞാൻ 100 കോടി എൻ്റെ 10 തലമുറയ്ക്ക് ചേർത്ത് വയ്ക്കും, 5 പൈസ അതിനകത്ത് ദാനധർമ്മം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയിൽ ചെയ്താൽ അത് തെറ്റ്. അപ്പോൾ സെൽഫിഷായിട്ട് എനിക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതിനെക്കാട്ടിലും ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള നല്ല ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ എത്രയ്ക്ക് നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുന്നോ അത്രയ്ക്ക് നമുക്ക് മെഡിറ്റേഷൻ നല്ല രീതിയിൽ വരും. ഇതിൽ 2 കഥയുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഒന്ന്, അതായത് ഒരു യോഗി ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു യോഗി. അപ്പോൾ ആളുകളെല്ലാം ആ യോഗിയെ കാണാൻ വരും. അപ്പോൾ ആളുകളെല്ലാം നിരത്തി പിടിച്ച് ഇരുത്തിയിട്ട് ഒരു മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. ഐ ഗിവ്, ഞാൻ തരുന്നു എന്ന് പറയും. ആ 1 മണിക്കൂറിൽ ആളുകൾ ഓരോരുത്തർക്കും നല്ല നല്ല അനുഭവങ്ങൾ കിട്ടും. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം ഐ ടേക്ക്, ഞാനതിനെ പിൻവാങ്ങുന്നു എന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് മാറും, സാധാരണ നിലയ്ക്ക് വരും. അപ്പം ഐ ഗിവ്, ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തുവാ, അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡി, എനർജി ബോഡിയിൽ അത്രയും ശക്തി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 100 പേര് വന്നാലും ഐ ഗിവ് എന്ന് പറയുമ്പം ആ 100 പേർക്കും ആ ശക്തിയുണ്ട്, കിട്ടും. ഇതേ തന്നെയാണ് ഞാൻ ഈശായിൽ സംയമ പ്രോഗ്രാമിലും അല്ലാതെയും 1-2 പ്രോഗ്രാം എനിക്ക് സദ്ഗുരുവിനെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം നേരിട്ട് കാണാനും അടുത്തുപോയി സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒക്കത്തില്ല. അതിനൊക്കെ അതൊക്കെ വേറെ രീതിയാണ്, അത്രയും നമുക്ക് സാമ്പത്തികമൊന്നുമില്ല. അപ്പം എന്തായിരുന്നാലും ഞാൻ 2-3 അടുപ്പിച്ച് അദ്ദേഹം ഉള്ള പ്രോഗ്രാമിലൊക്കെ ഞാൻ പങ്കെടുക്കും. അപ്പം എന്തുവാണോ, വേറൊന്നുമല്ല, അദ്ദേഹം ഇരിക്കുന്ന അതേ ഹാളിൽ എനിക്ക് ഇരിക്കാമല്ലോ, അദ്ദേഹത്തിനെ പുറയിലിരുന്നാലും നേരിട്ട് കാണാമല്ലോ, അദ്ദേഹം ശ്വാസിക്കുന്ന കാറ്റിനെ എനിക്കും ശ്വസിക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം.
അങ്ങനെ ഞാൻ 2-3 പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു, ഒന്നിനും എല്ലാം 100% പെർഫെക്റ്റ് ആയിരുന്നു. അതേ ലാസ്റ്റിലാണ് ഈ സംയമ ആണ് ഈ സാധാരണ ആൾക്കാർക്ക്, അതായത് അവിടെ ഈശ യോഗ സെൻറ്ററിൽ ചേരാതെ വെളിയിൽ നിന്ന് വന്നു പോകുന്ന നമ്മളുടെ കൂട്ടമുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമായിരുന്നു ആ സംയമ. അതിൽ സദ്ഗുരു വരുമ്പം വന്ന് ഇരിക്കുമ്പം തന്നെ ആ ഫുൾ ഹാളും എനർജി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എനർജി ഇങ്ങനെ പോവുക, ഇങ്ങനെ വരും. അത് ഒന്നുമില്ലാതെ ചുമ്മാതെ നമുക്ക് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, ആ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഈ യോഗി ഐ ഗിവ് ഐ ടേക്ക് എന്ന് പറയും. അപ്പം ഈ ഐ ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുവിധം അതെല്ലാം കഴിഞ്ഞ് വരും, മെഡിറ്റേഷനിൽ നിന്ന് വെളി വരും. ചിലരുണ്ടല്ലോ വെളി വരത്തില്ല. അവരെയൊക്കെയാണ് ആ യോഗി പറയുന്നത്, ഡോയ് നീയൊക്കെ ഈ കൊക്കിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാതെ, ഈ അഭിനയിക്കാതെ. എന്നുവെച്ചാൽ ഈ ഐ ഗിവ് ഐ ടേക്ക് എന്ന് പറയുന്നതിൻ്റെ രഹസ്യം വരുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഈ ഐ ഗിവ് എന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ എനർജിയാണ് അവർക്ക് പാസ് ചെയ്യുന്നത്. ആ എനർജിയെ പാസ് ചെയ്താലേ മതി നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് പോകും. ഐ ടേക്ക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്ന എനർജിയെ ഞാൻ പിൻവലിക്കുന്നു. അതിന് പിന്നെ നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ നമ്മൾ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു എയർഫോഴ്സിൽ ഒരാൾ വന്ന് നമ്മുടെ മുക്താനന്ദയുടെ ബാത്റൂം കഴുകി തരാമെന്ന് പറഞ്ഞ് 4 മണിക്കൂർ അതിനകത്ത് കയറിയിരുന്നില്ല. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ബാത്റൂം കഴുകാനായിട്ട് പെർമിഷൻ കേട്ടോണ്ട് വന്നതാണ്. അതുപോലെയൊക്കെ നടക്കും, അതൊക്കെ സത്യം തന്നെ. എന്താണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന തുണി, അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, അവർ കുളിക്കുന്ന വെള്ളം, അവർ ഉപയോഗിക്കുന്ന ബാത്റൂം എല്ലാത്തിലും ശക്തിയാണ്. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അതൊരു ചെറിയ കഥ. വേറൊരു വലിയ കഥ, അതിനെ ചുരുക്കി ഞാൻ പറയാം. ലൈല മജ്നുവിൻ്റെ കഥയാണ്. എല്ലാവരും കേട്ട് കാണും. ലൈല മജ്നു, അതായത് ഒരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ മോളാണ് ലൈല. ആ ലൈലയെ മജ്നു എന്നൊരുത്തൻ്റെ പുറത്ത് സ്നേഹം വന്നു. ഈ മജ്നു എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത ഒരു ഭിക്ഷക്കാരൻ. പക്ഷേ ഈ ലൈലയ്ക്ക് മജ്നുവിനെയാണ് പുറത്താണ് സ്നേഹം. മജ്നുവിനും അതുപോലെ ലൈലയുടെ പുറത്താണ് സ്നേഹം. പക്ഷേ എല്ലാ രീതിയിലും അവർ 2 ധ്രുവങ്ങളാണ്. യാതൊരു കാരണം കൊണ്ടും ഒരു പ്രിൻസസ് ലൈല, അത് ഒരു രാജാവിൻ്റെ മകളെ ഒന്നുമില്ലാത്ത ഒരു ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈ മജ്നു എന്ന് പറഞ്ഞവനും ഒന്നുമില്ലാത്തവൻ, വെറും സാധാരണപ്പെട്ട ആൾ. അവന് സ്വപ്നം പോലും കാണാനൊക്കത്തില്ല ഈ രാജായുടെ മോളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. ആ കൊട്ടാരത്തിൻ്റെ അടുത്തൊന്നും പോകാനുള്ള യോഗ്യത അവനില്ല. പക്ഷേ എന്തോ ഇവർ 2 പേർക്കും അത്രയും സ്നേഹം. അപ്പം ഇത് കണ്ട് രാജായ്ക്ക് വലിയ പ്രയാസം, ഈ നമ്മുടെ മോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ ഒന്ന്. അപ്പോൾ രാജ അവളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മോളെ നമുക്കിന്ന് വേറെ എവിടെയെങ്കിലും പോകാം, നമ്മൾ ദൂരെ യാത്ര പോകാം, വരുന്നോ ഒന്ന്. അപ്പം ലൈല ചോദിക്കുമെന്ന്, അവിടെ മജ്നു വരുമോ? എന്നാൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരത്തില്ല എന്ന്. പിന്നെ വേറെ ഏതെങ്കിലും ഒന്ന് പറയും രാജാവ്, നമ്മൾ അവിടെ ചെല്ലാം, അല്ലെങ്കിൽ അത് ചെയ്യാം. അവിടെ മജ്നു ഉണ്ടോ? മജ്നു വരുമോ? മജ്നുവിനെ കാണാൻ പറ്റുമോ? എന്നാൽ വരൂ, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. അത്രയ്ക്കൊരു സ്നേഹം. മജ്നു അങ്ങനെയാണ്. ഈ റോഡിൽ അലഞ്ഞു തിരിയുന്നവനാണെങ്കിലും കണ്ണടച്ച് ലൈലാനെ ആണ് ഓർക്കുന്നത്. അപ്പം രാജായ്ക്ക് വലിയൊരു മനപ്രയാസം. രാജ പറഞ്ഞു, ഈ മജ്നുവിനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം ഇതിൽ നിന്ന് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് നോക്കി. അവൻ അനങ്ങുന്ന മട്ടില്ല. അപ്പം രാജ ഇങ്ങനെ മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് ഒരു ആലോചന ചോദിച്ചു. അപ്പം ഒരു മിനിസ്റ്റർ പറഞ്ഞു, അങ്ങ് എനിക്ക് ഫുൾ ഫ്രീഡം തരുവാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കത് കണ്ടുപിടിക്കാം, നമുക്കതിനെ മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്തോ,
എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പെർമിഷൻ കൊടുത്തു. അപ്പം ഈ മിനിസ്റ്റർ പറയുക, ഈ മജ്നുവിനെ, ഈ രാജകുമാരിയാണല്ലോ ഇത്രയും ഇഷ്ടം, അപ്പം ഈ മജ്നുവിന് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കണം. അവൻ ഒരു ഭിക്ഷക്കാരനാണ്, അവന് നല്ല ഡ്രസ്സ് കൊടുക്കണം, അവന് ശാപ്പാട് കൊടുക്കണം, അവനെ പഠിപ്പിക്കണം, ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അവനെ ഉയർത്താൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പം ഉണ്ടാവുന്ന ചിലവ് മൊത്തം നിങ്ങൾ ട്രഷറിയിൽ സമർപ്പിക്കുക. രാജ അതിൻ്റെ ചിലവെല്ലാം വഹിക്കും, നിങ്ങൾ കയ്യിൽ നിന്ന് ഒരു പൈസ ചിലവ് ചെയ്യണ്ട. അപ്പം മജ്നുവിൻ്റെ എണ്ണമാണ് കൂടിക്കൂടി വരുന്നത്. എല്ലാവരും മജ്നുവായി. ആ രാജ്യത്തിൽ കുറേ മജ്നുക്കളെ ഇറങ്ങി, ഞാനാണ് മജ്നു, ഞാനാണ് മജ്നു, ഞാനാണ് മജ്നു. ഓക്കെ, ഷൂസ് വേണോ, ഡ്രസ്സ് വേണോ, കഴിക്കാൻ വേണോ, എന്ത് വേണം, ആ ശരി. അങ്ങനെ അത് വലിയൊരു ബിസിനസ്സായി. അപ്പം വിചാരിച്ചു, അയ്യോ ഇതെന്തുവാ ഇങ്ങനെ. അപ്പോഴാണ് ആദ്യം രാജാവാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഈ കുറേ മജ്നുക്കൾ ഇറങ്ങിയപ്പം രാജായ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെയാണ് രണ്ടാമത് ഈ കൂട്ടം കൂടി മിനിസ്റ്റേഴ്സിനെയൊക്കെ വെച്ച് ആലോചിച്ചത്. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, എനിക്ക് ഫുൾ ഫ്രീഡം തരണം, ഇതിൽ ഏതാ മജ്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന്. അങ്ങനെ ഇയാൾ ഒരു തണ്ടോരായിട്ടു, ഒരു അറിയിക്ക വിട്ടു. എന്തുവാ, ഇനി ഒരാഴ്ചയിൽ ഈ മജ്നുവിനെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് ശരിക്കുമുള്ള മജ്നുവിനെ ആര് കൊണ്ടുവരുന്നോ അവർക്ക് ഞാൻ സമ്മാനം തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നാട്ടിലുള്ള എല്ലാ മജ്നുകളും ഓടിപ്പോയി. എന്നുവെച്ചാൽ മജ്നുവിനെ പിടിച്ചുകൊണ്ടൊന്ന് കൊല്ലാനല്ലേ നോക്കുന്നത്. അപ്പം ഈ കള്ളത്തനമായിട്ടുള്ള മജ്നു എല്ലാം ഓടിക്കളഞ്ഞു. അപ്പം യഥാർത്ഥത്തിലുള്ള മജ്നു മാത്രം ആരെന്ത് പറഞ്ഞാലും ശരി, എന്ത് ചെയ്താലും ശരി, എനിക്ക് വേണ്ടിയത് ലൈലായ ആണ്, ലൈലായെ വിചാരിച്ചാൽ മാത്രം മതി, അതാണ് എനിക്ക് വേണ്ടിയത് എന്നുള്ള അവൻ അന്നും ഇന്നും ഒരുപോലെ ഇരുന്നു. അതുപോലെ വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ലൈലായെ വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം മജ്നുവിനെ വിചാരിച്ചുകൊണ്ടോ മെഡിറ്റേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. അതായത് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടി മാത്രം ചെയ്യുക. മജ്നു എങ്ങനെ ലൈലായ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചോ, ലൈല എങ്ങനെ മജ്നുവിന് വേണ്ടി മാത്രം ജീവിച്ചോ, അതുപോലെ മെഡിറ്റേഷന് നമ്മളിരിക്കുമ്പോൾ മെഡിറ്റേഷന് വേണ്ടി മാത്രം നമ്മളിരിക്കുക എന്നുള്ളതാണ് മുക്താനന്ദ നമുക്ക് കഥ മുഖാന്തരം പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പം ഈ ലൈല മജ്നുവിൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത് സ്വാമി മുക്താനന്ദ നേരിട്ട് കേട്ടതാണ്. അത് സ്വാമി രാമതീർത്ഥ എന്നുള്ള ഒരു മഹാൻ പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം കേട്ടതാണ് മനസ്സിലായത്. സോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ മാനസിക അവസ്ഥയിൽ വേണം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ. ആ കുണ്ടലിനിയുടെ 5 വിധമായ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ആനന്ദശക്തി, പിന്നെ എന്തുവാ പറഞ്ഞേ, ചിത് ശക്തി, ഈ 5 ശക്തിയും വിചാരിച്ച് മാത്രം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അല്ലാതെ ഈ കൊക്കിൻ്റെ കൂട്ടൊക്കെ മെഡിറ്റേറ്റ് ചെയ്താൽ ശരിയാവത്തില്ല. രണ്ടാമത് നിങ്ങൾ ഏതിനെക്കുറിച്ച് ചിന്തിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ വാക്ക് പറയാൻ എല്ലാ യോഗ്യതയും ഉള്ളതാണ് സ്വാമി മുക്താനന്ദ. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് കിട്ടി. ഗുരുവേ 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 എന്ന് വിചാരിച്ച് ഗുരു പ്രത്യക്ഷമായി. ഗുരു മാത്രമല്ല പ്രത്യക്ഷമായത്, ഗുരുവിൻ്റെ അടുത്തതായിട്ട് ശിവൻ തന്നെ പ്രത്യക്ഷമായി. ഓക്കെ, അപ്പം ഇതാണ് പ്രിട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ എന്നുള്ളത്. പ്രിട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ആരും, മൈ ഡിയർ സിദ്ധ സ്റ്റുഡൻസ്, നിങ്ങളാരും അഭിനയിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് കാറ് വേണം, സ്കൂട്ടർ വേണം, കാശ് വേണം, 4 വീട് വേണം എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യരുത്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതായത്
കുണ്ടലിനി ശക്തി നമ്മുടെ ദേഹത്ത് ഉണരുമ്പം ഈ ലോകത്ത് വേണ്ടിയ കാര്യങ്ങളെല്ലാം തരും, മറ്റേ ലോകത്ത് പോയാലും വേണ്ടിയതെല്ലാം തരും. അത് ലളിതാ സഹസ്രനാമത്തിലും പറഞ്ഞിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം വായിച്ചാൽ ഈ ജീവിതത്തിന് വേണ്ടിയ, ഈ സംസാരത്തിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അത് 1 കാറല്ല 2 കാറല്ല, നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നോ അതെല്ലാം കിട്ടും. അതിനു പുറമേ മോക്ഷവും പ്രാബല്യം. അതാണ് ഈ കുണ്ടലിനി ശക്തി ഉണർന്നാലുള്ള നന്മകൾ. ഓക്കെ. സോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം അതിനു വേണ്ടി മാത്രമേ ചെയ്യാവൂ. അതായത് ആ ഉയർന്ന തലത്തിലുള്ള ചിന്തകളെ പാടുള്ളൂ. അല്ലാതെ മറ്റവനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ മാത്രം നന്നാവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം അത് വേണം പ്രൊമോഷൻ വേണം എന്ന് പറഞ്ഞ് ഒന്നും മെഡിറ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഉയർന്ന ഹയസ്റ്റ് ലെവലിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പം അതിൻ്റെ താഴെ ഉള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടേ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. സോ നമ്മളും ഇനിയും മെഡിറ്റേഷനിലിരിക്കുമ്പം കുറച്ചും കൂടെ നമ്മുടെ ഉദ്ദേശശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ളത് ആലോചിച്ചിട്ട് ഇരിക്കുക. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നും ആലോചിക്കണ്ട. അതാണ് ബെസ്റ്റ്. മെഡിറ്റേഷൻ ഫോർ ദ സേക്ക് ഓഫ് മെഡിറ്റേഷൻ. ധ്യാനത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതെല്ലാം മേളിയുള്ള ഒരാൾ തീരുമാനിച്ചോളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.